എത്ര കോഴികളെ കേരളത്തിലെ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്? ഒരു ദിവസം ഇപ്പോൾ കണക്കനുസരിച്ച് 25 ലക്ഷത്തിൽ കൂടുതൽ. അതിൽ കൂടുതലാണ് പെർ ഡേ. കോഴി കൃഷിയിലെ ഈ എന്തൊക്കെ സാധനങ്ങൾ അഡീഷണൽ ആയിട്ട് കുത്തിവെക്കും? ഒന്ന് കുത്തിവെക്കുന്ന ഒരു സാധനം, ഒരു ഹോർമോണോ ഇതൊക്കെ കുത്തിവെച്ചത് മാർക്കറ്റിൽ ഈ വിലയ്ക്ക് ഇത് വിൽക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അതിന് നല്ല വിലയുണ്ടല്ലേ കുത്തിവെക്കുന്ന സാധനത്തിന്? കുത്തിവെക്കുന്ന സാധനത്തിന് ഇതിനേക്കാളും കൂടുതൽ വിലയാണ്. ഹോർമോൺ കുത്തിവെച്ച് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കോഴി വിൽക്കുന്നില്ല. പിന്നെ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം, അത് ശരിക്കും പറഞ്ഞാൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വിഡ്രോവൽ പീരീഡ് ഉണ്ട്. ആ വിഡ്രോവൽ പീരീഡിന് ശേഷമാണ് ആ മീറ്റ് ഉപയോഗിക്കുന്നത്. എത്ര മാസം വരും? അത് മാസം വരില്ല, ചിലപ്പോൾ ആ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കിനെ ആസ്പദമാക്കിയിരിക്കും. അത് ശരിക്കും അതിനുള്ള നിയന്ത്രിക്കേണ്ട ഗവൺമെന്റ് ആണ് നോക്കേണ്ടത്. കേരളത്തിൽ നല്ല ഇനം കോഴികളെ വിതരണം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലേ? ഉറപ്പായിട്ടും. എത്ര കോഴി കൃഷിക്കാരോ കേരളത്തിലുണ്ട്? കോഴി കർഷകർ എന്നല്ലേ അവരെ 40,000 ആൾക്കാരുടെ ഉപജീവനമാണ്. 5 ലക്ഷത്തോളം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്. അല്ല, കേരളത്തിലെ ശരിക്കും നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ഈ കോവിഡ് കാലത്ത് നമ്മൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടി വീട്ടിനകത്ത് അടച്ചിരുന്നവരാ. പക്ഷേ കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞു നമ്മൾ 15 കൊല്ലം പട്ടിണി കിടക്കുന്ന ഒരു ഇറക്കമായിരുന്നു. പിന്നെ നമ്മൾ വിട്ടിട്ടില്ല. പിന്നെ നമ്മൾ അതിൽ തന്നെ നിൽക്കുക. നമ്മൾ ഇപ്പം എല്ലാ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒക്കെ തന്നെ ഈ സ്വിഗ്ഗി പോലുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോഴേ വെളുപ്പിന് 3 മണിക്കുമൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്ത് അറിഞ്ഞങ്ങ് തിന്നും ആളുകൾ. ലോകം അവസാനിക്കാൻ പോകുന്നില്ല. എന്ത് തമാശയാണ് നമ്മുടെ നാട്ടിൽ സംഭവം. അതായത് പഴം പച്ചക്കറികളടക്കം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും വസ്തുക്കളും സുരക്ഷിതമായിട്ട് ആളുകളുടെ കൈകളിലേക്ക് എത്തണമെന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമം 2006 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിരന്തരമായ പരിശോധനകളാണ് നമ്മുടെ സംസ്ഥാനത്തടക്കം ഇന്ത്യയിൽ, അതായത് എല്ലാ സമയത്തും ഉണ്ടോ? എല്ലാ സമയത്തും. സാധാരണ നമ്മുടെ നാട്ടിലെ ആദ്യം പറഞ്ഞു ഇത് ഏതെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഭയങ്കരമാ. മിക്കവാറുള്ള മന്ത്രിമാരെല്ലാം ഇരുന്നങ്ങ് റിപ്പോർട്ട് തേടുക. അല്ല, അത് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ കൊണ്ട് വരുന്നത് മാത്രമാണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾ നിരന്തരമായ, അതായത് ഫ്രീക്വന്റ് ഇൻസ്പെക്ഷൻസ് ആണ്. നിരന്തരമായ ഒരു മാസം എത്ര ഇൻസ്പെക്ഷൻ നടത്തും നിങ്ങൾ? അത് അതായത് നമ്മൾക്ക് നിലവിലുള്ള സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ ഇത്രയും പേരുടെ കാര്യങ്ങൾ നോക്കാൻ. ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ, അങ്ങനെ 140 ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും പിന്നെ ആ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന അതിന്റെ അനുബന്ധ സാധാരണ എന്തൊക്കെയാ പരിശോധിക്കുന്നത്? നമ്മുടെയൊക്കെ ആരോഗ്യം നിങ്ങൾ നോക്കുമെന്ന് പൂർണ്ണമായിട്ടും നോക്കും. അപ്പൊ സുരക്ഷിത ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ നിയമം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ നിയമം അനുസരിച്ച് ഞാൻ പറഞ്ഞ നിരന്തരമായ പരിശോധനകൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ, അതായത് പഴം പച്ചക്കറി മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ, അതായത് ഭക്ഷണത്തിൽ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഈ നിരന്തര പരിശോധന, അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് അതിന് ടാർജറ്റ് ഉണ്ട്. ഇത്ര സാമ്പിളുകൾ അവർ ശേഖരിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.